section, we are going to discuss about the second type of method which is used for the determination of transport number. The first method was Hitov method. Okay, and moving on to the second method, the moving boundary method. In this method, we are observing the movement of ions directly and thereby calculating the transport number. ഒരു സൊല്യൂഷൻ, ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനുള്ള അയോൺസിന്റെ മൂവ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ HCl നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ H+ എന്ന് പറയുന്ന കാറ്റയോൺസിന്റെ ട്രാൻസ്പോർട്ട് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. In order to determine this transport number, the setup used for moving boundary method is shown here. Okay, ഇവിടെ ഒരു വെർട്ടിക്കൽ ഗ്ലാസ് ട്യൂബ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ അപ്പർ റീജിയനിൽ പ്ലാറ്റിനം കാഥോഡ് യൂസ് ചെയ്യുന്നുണ്ട്. That is, the positive electrode used here is the platinum electrode, and the negative electrode anode used is the cadmium anode. Okay, cadmium anode ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ പ്ലാറ്റിനം കാഥോഡ് ആണ് യൂസ് ചെയ്യുന്നത്. We have to determine the transport number of H+. Therefore, the electrolyte in this region is HCl solution. In order to determine the transport number of H+ in the HCl solution, we have to consider another electrolyte containing the common anion. കോമൺ ആനിയോൺ ഉള്ള വേറൊരു ഇലക്ട്രോലൈറ്റും കൂടി നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി വേണം. അതായത് നമ്മൾ H+നെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ് കണ്ടുപിടിക്കുന്നത് HCl എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റിൽ. അപ്പം നമുക്ക് വേറൊരു ഇലക്ട്രോലൈറ്റ് എടുക്കണം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയോൺ, H+ന്റെ കൂടെയുള്ള ആനയോൺ അതിലും ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ കാറ്റയോൺ, നമ്മൾ എടുക്കുന്ന രണ്ടാമത്തെ ഇലക്ട്രോലൈറ്റിന്റെ കാറ്റയോന്റെ മൂവ്മെന്റ്, അതായത് മൊബിലിറ്റി H+നെ കഴിഞ്ഞും കുറവായിരിക്കണം. ലോവർ ദാൻ ദാറ്റ് ഓഫ് H+. Mobility should be lower than that of H+. Therefore, I am taking cadmium chloride. Okay, cadmium chloride ആണ് ഞാൻ എടുക്കുന്നത്. Here, HCl is known as principal electrolyte. Because we are determining the transport number of H+ from this HCl electrolyte. അല്ലേ, HCl electrolyte H+ന്റെ ട്രാൻസ്പോർട്ട് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. Therefore, HCl is known as principal electrolyte, and cadmium chloride which containing the same anion and the cation which has lower mobility than H+ is called as indicator electrolyte. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇലക്ട്രോലൈറ്റ് തിരഞ്ഞെടുക്കാനുള്ള ക്രിറ്റീരിയ എന്തൊക്കെയാണ്? സെയിം ആനോൺ വേണം, ആൻഡ് കാറ്റയോന്റെ മൊബിലിറ്റി ഷുഡ് ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് കാറ്റയോൺ. പ്രിൻസിപ്പൽ ഇലക്ട്രോലൈറ്റ് കാറ്റയോണിലുള്ള കാറ്റയോന്റെ മൊബിലിറ്റിനെ കഴിഞ്ഞും കുറവുള്ള കാറ്റയോൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ അപ്പർ റീജിയനിൽ HCl ഒഴിച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ലോവർ ഭാഗത്ത് കാഡ്മിയം ക്ലോറൈഡ്, രണ്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോലൈറ്റിന്റെയും കാറ്റയോൺസിന്റെ മൂവ്മെന്റ്സിൽ വ്യത്യാസമുള്ളത്. ആനയോൺ കോമൺ ആണ്, ക്ലോറിൻ തന്നെയാണ്. ബട്ട് കാറ്റയോൺ എന്ന് പറയുന്നത് H+ ഹാവ് ഹയർ മൊബിലിറ്റി ദാൻ CD2+. അപ്പം ഇതിന്റെ മൂവ്മെന്റ്സിൽ ചേഞ്ച് ഉള്ള കാറ്റയോൺസിന്റെ മൂവ്മെന്റ്സിൽ ചേഞ്ച് ഉള്ളത് കൊണ്ട് there will be a visible region. അതായത് ഈ രണ്ട് ഇലക്ട്രോലൈറ്റ് തമ്മിൽ മീറ്റപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു വിസിബിൾ റീജിയൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ് അതിന്റെ വിസിബിൾ റീജിയൻ. ബിഫോർ ഇലക്ട്രോലൈസിസ് നടക്കുന്നതിന് മുമ്പ് ഈ ഒരു റീജിയനിലാണ് രണ്ട് ഇലക്ട്രോലൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് വിസിബിൾ ആയിട്ടുള്ള റീജിയൻ ഇവിടെയാണെങ്കിൽ
നമ്മൾ കുറച്ച് നേരത്തേന് ഇലക്ട്രോലൈസിസ് നടത്തുന്നു, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് കറണ്ട് ഈ ഒരു സെല്ലിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ വിസിബിൾ റീജിയൻ ബി ഡാഷിലേക്ക് ഉയരുന്നു. എന്തുകൊണ്ടാ ഉയരാൻ കാരണം? ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കാഥോഡ്. കാഥോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെയാണ് നെഗറ്റീവ് ചാർജ് ഉള്ള കാഥോഡ് ആൻഡ് ആനോഡ് പോസിറ്റീവ്. ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡ്. അപ്പം H+ ആൻഡ് Cd2+, ഇത് രണ്ടുമാണല്ലോ കാറ്റയോൺസ്. ഈ കാറ്റയോൺസ് എന്ത് ചെയ്യും? ലോവർ അപ്പർ റീജിയനിലോട്ട് മൂവ് ചെയ്യും. കാരണം കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള കാഥോഡിന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യും. ആൻഡ് വി നോ ദാറ്റ് H+ has the higher mobility than Cd2+. Cd2+നെ കഴിഞ്ഞും വേഗത്തില് H+ന് മേളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ബി ഡാഷ് എന്ന് പറയുന്ന ഒരു റീജിയനിലോട്ട് ബൗണ്ടറി മുകളിലോട്ട് കയറി വരും. അറ്റ് ദ സെയിം ടൈം ക്ലോറിൻ മൈനസ് അയോൺസ് ഫ്രം ബോത്ത് ടു ഇലക്ട്രോലൈറ്റ്സ്, ഈ രണ്ട് ഇലക്ട്രോലൈറ്റ്സ് നിന്നും ക്ലോറിൻ മൈനസ് അയോൺ പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ആനോഡിലോട്ട് താഴെ റീജിയനിലോട്ട് മൂവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിസിബിൾ റീജിയൻ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിന്റെ മേളിൽ വേറൊരു ഇലക്ട്രോലൈറ്റ് ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു അപ്പാരറ്റസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. മുകളില് HCl ഇലക്ട്രോലൈറ്റ് ഉണ്ട്, താഴെ കാഡ്മിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഇത് തമ്മിൽ മീറ്റപ്പ് ചെയ്യുന്ന ആ ജംഗ്ഷൻ ആണ് എ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ ഡിനോട്ട് ചെയ്തത്. അത് ബിഫോർ ഇലക്ട്രോലൈസിസ് ആണ്. ആഫ്റ്റർ ഇലക്ട്രോലൈസിസ് ആവുമ്പം ഇവിടെ നിന്നുള്ള കാഡ്മിയം 2+ഉം HClഉം എവിടോട്ട് മൂവ് ചെയ്യും? നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലോട്ട് മേളിലോട്ട് മൂവ് ചെയ്യും. Therefore ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ലിക്വിഡ്സും തമ്മിൽ മീറ്റപ്പ് ചെയ്യുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് ബി ഡാഷ് ആയിട്ട് മേളിലേക്ക് പൊന്തി വരും. അറ്റ് ദ സെയിം ടൈം ക്ലോറിൻ അയോൺസ് രണ്ട് സൊല്യൂഷനിലും Cl- ആണ് ആനിയോൺ എന്ന് പറയുന്നത്, അത് രണ്ടും കൂടി താഴോട്ട് വരും. അപ്പം നമ്മുടെ ഈ ജംഗ്ഷൻ എ ഡാഷ് ടു ബി ഡാഷ് എന്നുള്ള ലെവലിലോട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പം ഈ എ ഡാഷിനും ബി ഡാഷിനും ഇടയിൽ ഈ ഉയർന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L, സ്മോൾ ലെറ്റർ L ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആൻഡ് എ ഇസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഗ്ലാസ് ട്യൂബ് അറ്റ് ദാറ്റ് റീജിയൻ. ആ ഒരു റീജിയനിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, ഗ്ലാസ് ട്യൂബിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ L ആണ് ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് ഉയർന്നു എന്നുള്ളത് സ്മോൾ ലെറ്റർ L-ഉം ക്യാപിറ്റൽ A is the area of cross section of glass tube at that point ആണെങ്കിൽ the volume swept out by the boundary എന്ന് പറയുന്നത്, volume swept out by the boundary V is equal to L into A centimeter cube. അത് നമുക്കറിയാം. വോളിയം എന്ന് പറയുന്നത് L into A centimeter cube ആയിരിക്കും. The number of gram equivalent H+ carried towards the cathode എന്ന് പറയുന്നത്, for normality of acid solution എന്ന് പറയുന്നത് C ആണെങ്കിൽ, നോർമാലിറ്റി ഓഫ് ആസിഡ് സൊല്യൂഷൻ HClന്റെ നോർമാലിറ്റി പെർ ഗ്രാം എന്ന് പറയുന്നത്, പെർ ഗ്രാം ഈക്വലന്റ് പെർ ലിറ്റർ എന്ന് പറയുന്നത് C ആണെങ്കിൽ, നോർമാലിറ്റി C ആണെങ്കിൽ, the number of gram equivalents of H+ carried towards കാഥോഡ്, H+ എത്രത്തോളം ഗ്രാം ഈക്വലന്റ് H+ കാഥോഡിലോട്ട് മൂവ് ചെയ്തു എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു C, നോർമാലിറ്റി ഡിവൈഡഡ് ബൈ 1000 എന്ന് നമുക്ക് എഴുതാം. And we know that the quantity of electricity carried by each gram equivalent of the ion is 1 Farad. 1 Farad. ഓരോ ഗ്രാം ഈക്വലന്റും 1 Farad ഇലക്ട്രിസിറ്റി വെച്ച് ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസിൽ പഠിച്ചതാണ്. ആൻഡ് therefore the total quantity of electricity carried by total H+ ion, ഇത്രയും H+ number of ഗ്രാം ഈക്വലന്റ് അയോൺസ് ആണ് മുകളിലേക്ക് മൂവ് ചെയ്തത്, ട്രാൻസ്പോർട്ട് ചെയ്തത്. അതിന്റെ ഈക്വലന്റ് ആണ് VC ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നത്. ഓരോ ഗ്രാം ഈക്വലന്റും 1 Farad വെച്ച്
കറണ്ട് ക്യാരി ചെയ്യണമെങ്കിൽ ടോട്ടൽ ഇലക്ട്രിസിറ്റി ക്യാരിഡ് ബൈ എച്ച് പ്ലസ് എന്ന് പറയുന്നത്, എച്ച് പ്ലസ് ക്യാരി ചെയ്ത ടോട്ടൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വി സി ഡിവൈഡഡ് ബൈ 1000 ഫാരഡേസ് ആയിരിക്കും. ഇത്രയും നമ്പർ ഓഫ് എച്ച് പ്ലസ് ഗ്രാം ഇക്വലന്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഇത്രയും നമ്പർ ഓഫ് എച്ച് പ്ലസ് ഗ്രാം ഇക്വലന്റ് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈച്ച് ഓഫ് ഗ്രാം ഇക്വലന്റ് കണ്ടെയ്ൻസ് 1 ഫാരഡേ. Therefore the total electricity carried by H plus എന്ന് പറയുന്നത് Vc by 1000 ഫാരഡേസ് ആണ്. ഇനി ഇവിടെ നോക്കുക, ഈ ചിത്രത്തിൽ ഇവിടെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇത് കൂളോമീറ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ കൂളോമീറ്റർ എന്താന്ന് പറഞ്ഞിരുന്നു. അതായത് ടോട്ടൽ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദിസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സീരീസിൽ കണക്ട് ചെയ്യുന്ന ഒരു സെല്ലാണ് നമ്മൾ കൂളോമീറ്റർ എന്ന് പറയുന്നത്. ആ കൂളോമീറ്റർ ഡിറ്റക്ട്സ് ക്യൂ എമൗണ്ട് ഓഫ് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദിസ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. ഈ ഒരു സെല്ലിലൂടെ ക്യൂ എമൗണ്ട് പാസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൂളോമീറ്ററിൽ നിന്ന് ക്യൂ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ക്യൂ ഫാരഡേസ് പാസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് Vc by 1000 all divided by Q എന്നായിരിക്കും. അല്ലെങ്കിൽ Vc by 1000 Q എന്ന് പറയുന്നതായിരിക്കും the transport number of H plus. ഓരോ H പ്ലസും ക്യാരി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ഫാരഡേ ആണ്. ആൻഡ് Vc by 1000 എമൗണ്ട് ഓഫ് H പ്ലസ് അവിടെ ഉണ്ട്. അപ്പോൾ Vc by 1000 ഫാരഡേസ് നമുക്ക് കിട്ടി. ആൻഡ് വി ഡിറ്റർമൈൻ Q amount or Q Faradays are transported through this electrolyte. മൊത്തമായിട്ട് Q ആണ് അപ്ലൈ ചെയ്തതെങ്കിൽ the transport number of H plus എന്ന് പറയുന്നത് Vc by 1000 Q.